മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ CPM-നെ ഞെട്ടിച്ചുകൊണ്ട് വൻ പാർട്ടി മാറ്റം നടന്നിരിക്കുകയാണ്. അമ്മിനിക്കാട് ഭാഗത്തു നിന്നും CPM-ന്റെ മുൻ നഗരസഭാ കൗൺസിലർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ 50ഓളം പ്രവർത്തകരാണ് ഇടതുപക്ഷം വിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. DCC പ്രസിഡന്റ് VS ജോയിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഇവർക്ക് ആവേശകരമായ സ്വീകരണവും നൽകി. മുൻ നഗരസഭാ കൗൺസിലർ കൃഷ്ണൻകുട്ടി, ദീർഘകാലമായി CPM പ്രവർത്തകനായിരുന്ന മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് വലിയൊരു സംഘം കോൺഗ്രസിൽ ചേർന്നത്. അതുപോലെ സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു നിര തന്നെ കോൺഗ്രസിന്റെ നയങ്ങളിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരികയായിരുന്നു. രാഹുൽ ഗാന്ധി രാജ്യത്ത് നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലമായി കോൺഗ്രസിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് DCC പ്രസിഡന്റ് VS ജോയി പറയുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിലും ഏലംകുളം പഞ്ചായത്തിലും UDF നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ തുടർച്ചയാണ് ഇതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. CPM-ന്റെ ദുർഭരണത്തിലും ജനവിരുദ്ധ നയങ്ങളിലും മനം മടുത്താണ് പ്രവർത്തകർ പാർട്ടി വിടുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. CPI അടക്കമുള്ള ഘടക കക്ഷികൾ പോലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ വിമർശനമുയർത്തുന്ന സാഹചര്യത്തിലാണ് താഴെത്തട്ടിലുള്ള സഖാക്കളും പാർട്ടി ഉപേക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ CPM കോട്ടകൾ ഓരോന്നായി തകരുകയാണെന്നും ജനകീയ ഭരണത്തിനായുള്ള മാറ്റത്തിന്റെ തുടക്കമാണ് ഇതെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും CPM-ന്റെ തട്ടകമായ പെരിന്തൽമണ്ണയിൽ ഒന്നിനു പുറകെ ഒന്നായി സഖാക്കൾ കൈപ്പത്തി ചിഹ്നത്തിന് കീഴിൽ അണിനിരക്കുന്നത് ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് 50 പേർ ഒറ്റയടിക്ക് കോൺഗ്രസിന് കൈ കൊടുക്കുന്നത്. കറകളഞ്ഞ 50 സഖാക്കൾ ഇന്ന് കോൺഗ്രസുകാരായി രാഷ്ട്രീയ മാറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അത് തിരിച്ചറിഞ്ഞ് കുറെ ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്ന, മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിർത്തിരുന്നവരും കോൺഗ്രസിനെ വെറുത്തിരുന്നവരൊക്കെ കോൺഗ്രസിന്റെ പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമാണ്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ മുൻ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ, കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിരുന്ന മുസ്തഫാക്ക ഉൾപ്പെടെ, അമ്മിനിക്കാട് ഭാഗത്തു നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരുൾപ്പെടെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ തുടർന്നും കടന്നു വരും. ഏലംകുളം പഞ്ചായത്ത് ഉൾപ്പെടെ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലാം തൂത്തുവാരിയാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയത്തിൽ കരുത്തു പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലും അതുപോലെ ഏലംകുളത്തൊക്കെ ഉണ്ടായ വിജയം, ഇതുപോലെ കൃഷ്ണേട്ടനെ, തീയാടിയിൽ കൃഷ്ണേട്ടനെ പോലുള്ള ആളുകൾ മുൻ കൗൺസിലർമാരാണ് പാർട്ടിക്ക് സഹായിച്ചത്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുമ്പിൽ നിന്നത് ഈ CPM-നെ അവസാനത്തെ ആണിയടിച്ച ആളുകൾ CPM-ൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഈ പാർട്ടിയെ മടുത്തത് കൊണ്ടാണ് പാർട്ടിയുടെ ദുർഭരണവും പാർട്ടി നേതാക്കന്മാർ ഒരു പിടി ആളുടെ കയ്യിലാണ് ഈ പാർട്ടി. അവരത് ഭരണം കഴിഞ്ഞ 30 വർഷമായി പെരിന്തൽമണ്ണയിലെ ഭരണമൊക്കെ പാർട്ടി നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്ന് ജനങ്ങൾ ഒരു ജനകീയ ഭരണം ഇഷ്ടപ്പെട്ടാണ് UDF-നെ ഭരണം തിരിച്ചേൽപ്പിച്ചത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ടീം UDF ആയി ഞങ്ങൾ ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വിജയം ഇവിടുത്തെ നല്ല യഥാർത്ഥ സഖാക്കൾക്ക് വരെ ഞങ്ങൾ അത് സമർപ്പിച്ചിട്ടുണ്ട്. ആ സഖാക്കളുടെ ഒക്കെ പിന്തുണയാണ് നാളെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൃഷ്ണേട്ടനെ പോലെയുള്ള നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പെരിന്തൽമണ്ണയിലുണ്ട്. അത് വരുന്ന ആളുകൾ, നിങ്ങൾക്ക് പല ആളുകളും പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും.